ഇന്ന് നമ്മൾ നാടൻ അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയറിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 8-10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പയറെല്ലാം വെള്ളം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിലിടാം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചാനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയ സമയത്ത് നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ അത് ചേർക്കുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങപ്പയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം പറ്റിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.